ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബോബ ടീ റെസിപ്പി ആയാലോ? ഇപ്പോൾ എല്ലാ കടകളിലൊന്നും ഇത് കിട്ടാറില്ല. ചില സെലക്റ്റീവ് കടകളിലേ ഈ ബോബ ടീ കിട്ടാറുള്ളൂ. ഞാൻ 2-3 കടയിലൊക്കെ കയറി ഇറങ്ങിയപ്പോഴാണ് എനിക്ക് ഈ സാധനം കിട്ടിയത്. അപ്പോൾ വിചാരിച്ചൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന്. ഇതിനായിട്ട് ഞാൻ 3/4 കപ്പ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൊടി എടുത്തിട്ടുണ്ട്. ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുഴച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ആദ്യം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ 1/4 കപ്പ് വെള്ളം കുറേശ്ശെ ഒഴിച്ച് ഇത് നല്ല രീതിയിൽ കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നല്ല രീതിയിൽ കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഞാനിതിനെ മാറ്റുന്നുണ്ട്. ഇതിനെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അടിക്ക് പിടിച്ച് കരിഞ്ഞു പോവും, മൊത്തം കുളമാവും. അതുകൊണ്ട് തന്നെ ഇത് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് കുറുകി ചപ്പാത്തി മാവിൻ്റെ പരുവാവും നല്ല വേകുമ്പോഴത്തേക്കും. ഇപ്പോൾ ഇത് നല്ലവണ്ണം വെന്ത് വരുന്നുണ്ട്. ഇത് നല്ല രീതിയിൽ വെന്ത് ചപ്പാത്തി മാവിൻ്റെ പരുവായി. ഇത് ഒന്നുകൂടെ തണുത്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് കിട്ടും. ഇനി ഇതിന് നമുക്ക് ചെറിയ ബോൾസാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു ഷീറ്റിൽ ഇതിനെ സ്റ്റിക്ക് പോലെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇതിന് ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കണം. ഇതെല്ലാം ഒരേ പീസുകളാവാൻ ശ്രദ്ധിക്കുക. അപ്പോഴേ കാണാൻ നല്ല ഭംഗി ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം മുഴുവനായിട്ടും ഇതുപോലെ നമുക്ക് മുറിച്ചെടുക്കാം ആദ്യം. എന്നിട്ട് ഇതിനെ കൈ വെച്ച് ഉരുളകളാക്കി എടുക്കാം. എല്ലാ ബോളും ഉരുളകളാക്കി എടുക്കണം. എനിക്ക് ഇത്രയും ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കോൺഫ്ലവർ ഒന്ന് മുകളിലോട്ട് തൂക്കി കൊടുക്കുക. എല്ലാ ബോൾസും ആ കോൺഫ്ലവറിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. എല്ലാം കോട്ടായിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിൽ ബോബ ബോൾസ് എല്ലാം ഇട്ട് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കുക. ഈ ബോൾസ് വെന്ത് കഴിയുമ്പോൾ തനിയെ മുകളിലോട്ട് പൊന്തി വരും. കാണാൻ നല്ല ഭംഗിയാണ്. ഇതൊരു 20 മിനിറ്റെങ്കിലും വേണം നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടാനായിട്ട്. നല്ല വെന്തതിന് ശേഷം വെള്ളം മുഴുവനും വാർത്ത് കളഞ്ഞ് അതിൻ്റെ മുകളിൽ കുറച്ച് പച്ചവെള്ളം ഇട്ട് വിടുക. തണുത്ത വെള്ളം ഇടുമ്പോഴത്തേക്കും അതിൻ്റെ ആ ചൂട് കാരണം അത് ഒട്ടിപ്പിടിക്കത്തില്ല. ഇപ്പോൾ കാണാൻ നല്ല മുന്തിരിങ്ങ പോലെ നല്ല ഭംഗിയില്ലേ അത്. ഇനി ഇതിനെ ഒന്ന് മധുരമുള്ളതാക്കി എടുക്കാനായിട്ട് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാരയും ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നല്ലോണം തിളയ്ക്കുമ്പോൾ ഈ ബോൾസ് എല്ലാം അതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇട്ട് വീണ്ടും തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ പഞ്ചസാരയൊക്കെ നല്ലോണം ഒന്ന് കുറുകി എല്ലാം ബോൾസിൽ പിടിച്ച് ബോൾസൊക്കെ നല്ല മധുരമുള്ള ബോൾസായി വരും. ഇപ്പോൾ നല്ലവണ്ണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റ് വീണ്ടും ഇതൊന്ന് ഇതിലിട്ടൊന്ന് കുറുക്കി എടുക്കേണ്ടി വരും. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇതൊന്ന് തണുക്കാൻ വയ്ക്കുക. ഇത് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. നല്ല രസമില്ലേ കാണാൻ, നല്ല ബോൾസ്. ഇനി ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ ബോബ ബോൾസ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. അതിലോട്ട് നമുക്ക് നല്ല തണുത്ത പാലൊഴിച്ച് കൊടുക്കാം. ഈ പാലിൻ്റെ കൂടെ ബ്ലാക്ക് കോഫിയോ ബ്ലാക്ക് ടീയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബട്ടർ സ്കോച്ചോ ബ്ലൂബെറിയോ എന്തെങ്കിലും ഫ്ലേവർ വേണമെങ്കിൽ അത് എന്ത് വേണോ ഇതിൽ ചേർത്ത് കൊടുക്കാം. നമുക്കിഷ്ടമുള്ള ഫ്ലേവറാക്കി എടുക്കാൻ പറ്റും. ഞാനിതിൽ പാല് മാത്രമേ ഇപ്പോൾ ഒഴിച്ചിട്ടുള്ളൂ. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല അടിപൊളി ബോബ ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ബോബ മിൽക്കാണ് ഉണ്ടാക്കിയത്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ മക്കൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് അറിയിക്കുക തന്നെ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.